എടോ തോമസ് ഐസക്കെ, തൻ്റെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടു. എടോ താനൊരു മന്ത്രിയായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വിലയും കൂടി നാറ്റിച്ച് കളഞ്ഞില്ലടോ. ഇവിടെ ആശാവർക്കർമാർക്കും മറ്റുള്ളവർക്കും അദ്ദേഹം പൈസ കൂട്ടാന്ന് പേപ്പറിൽ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ താൻ എന്തോ ഒരു അത്ഭുതം പോലെയാണ് തനിക്ക് തോന്നിയത്. കാരണം നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് കേട്ടോ. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല. ഇവിടെ നിങ്ങൾ പോയപ്പോൾ 6000 കോടി ഇവിടെ കമത്തി വെച്ച് പോയിന്ന് പറഞ്ഞല്ല. ഇവിടെ 14,000 കോടി എങ്ങാണ്ട് നിങ്ങൾ ദൂർത്തടിച്ച് ഒക്കെ എല്ലാവരും കളം പരത്തി വെച്ച് പോയിട്ട് ഇത് ജനങ്ങൾക്കറിയാം. താൻ എവിടെയോ കിടന്നിട്ട് ഏതോ പട്ടിക്കാട്ടിൽ അല്ലെങ്കിൽ ഏതോ ഇതിൽ കിടന്ന് ജീവിക്കണമെന്നല്ലാണ്ട് കേരളത്തിലെ സ്ഥിതികളൊന്നും തനിക്കറിയില്ലല്ലോ. എടോ, കേരളത്തിൽ നിങ്ങൾ ചെയ്ത് കൂട്ടിയ നന്മകൾ കൊണ്ടല്ലടോ 35 സീറ്റല്ലേ കിട്ടിയുള്ളൂ, ഇല്ലേ? ഞങ്ങൾ വരെ അത്രയും പ്രതീക്ഷിച്ചില്ലടോ. നമ്മളൊക്കെ ഒരു വോട്ട് പാഴായി പോവല്ലാതെ ഇതുകൊണ്ടൊന്നും കിട്ടില്ല. നിങ്ങൾ ചെയ്ത ഗുണമാണ്. താൻ പറഞ്ഞില്ല ഇപ്പോൾ ആകെ അങ്ങോട്ട് കമത്തി ഒലത്തിയെന്ന്. ജനങ്ങൾ ഇത്രയും തന്നിട്ടും നിങ്ങളൊന്നും മനസ്സിലാക്കിയുള്ളൂ. നാണുമില്ലല്ലോ നിങ്ങൾക്കൊക്കെ. നിങ്ങളൊക്കെ ഒരു മന്ത്രി പദവിയിലിരുന്ന ജനങ്ങളാണ്. ഞങ്ങളെപ്പോലെ സാധാരണക്കാരൊക്കെ എന്നല്ല. എന്താണ്ടോ നിങ്ങളൊക്കെ കയറിയതിൻ്റെ ഗുണമല്ലേ കാട്ടിക്കൂട്ടിയത്. നശിച്ചു പോയില്ലല്ലോ കമ്മ്യൂണിസം. ആകപ്പാടെ കേരളത്തിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടായത് ഇന്ത്യയിൽ. ഇന്ന് അതും കഴിഞ്ഞില്ലേ? ഇതൊക്കെ കംപ്ലീറ്റ് കളഞ്ഞില്ലേ? നിങ്ങളൊക്കെ കൂടെ ചവിട്ടി മെതിച്ചില്ലടോ. പോരെ, സമാധാനമായില്ലേ, സന്തോഷമായില്ലേ നിങ്ങൾക്കൊക്കെ എന്താണ്? നിങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാവരും എല്ലാം നേടിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും എന്താണല്ലേ? നല്ല കാര്യമുണ്ട്, മതി. ഇനി ജനങ്ങൾ മനസ്സിലായിക്കോട്ടെ. നിങ്ങളിനി ഇത് കുറച്ച് വിവരിച്ച് വിവരണം ചെയ്യണ്ട. കാരണം നിങ്ങൾ നാറിപ്പോവും. ഓക്കെ.